നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫുട്ബോളിൻ്റെ ചരിത്രത്തിലേറെ പ്രാധാന്യമുള്ള ടീമാണ് ജർമ്മനി. ബ്രസീൽ കഴിഞ്ഞാൽ ഏറ്റവും അധികം തവണ വേൾഡ് കപ്പ് നേടിയ ടീമാണവർ. 5 വേൾഡ് കപ്പ് ബ്രസീൽ നേടിയപ്പോൾ 4 വേൾഡ് കപ്പാണ് ജർമ്മനിയും ഇറ്റലിയും നേടിയിട്ടുള്ളത്. ജർമ്മനി 1954-ലും 1974-ലും 1990-ലും 2014-ലുമാണ് വേൾഡ് കപ്പുകൾ നേടിയിട്ടുള്ളത്. ആ ജർമ്മനി പക്ഷേ കഴിഞ്ഞ 2 വേൾഡ് കപ്പുകളിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ, അതായത് ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാൻ പറ്റാതെ തോറ്റു പുറത്തായവരാണ്. ഇത്തവണ മികച്ച രൂപത്തിൽ അവർ വേൾഡ് കപ്പിൽ പ്രയാണം നടത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. മികച്ച താരങ്ങൾ അവരുടെ നിരയിലുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരാശങ്ക, വേൾഡ് കപ്പിന് അവർക്ക് യോഗ്യത കിട്ടുമോ? ഇത് കേൾക്കുന്ന കടുത്ത ജർമ്മനി ആരാധകൻ ഒന്ന് പോയേടാവിടുന്ന്, ഞങ്ങളുടെ ടീമൊക്കെ വേൾഡ് കപ്പിലില്ലാതിരിക്കുക. പക്ഷേ സംഗതി അങ്ങനെയല്ലെന്നേ. നിങ്ങൾ കടുത്ത ആരാധകർക്ക് എന്തും പറയാം, പക്ഷേ സംഗതി ഒരു അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ശരിയാക്കാനുള്ള വഴിയും വകയുമൊക്കെ ജർമ്മനിയുടെ കയ്യിൽ സംശയമില്ല. പക്ഷേ മാർജിൻ ഓഫ് എറർ വളരെ ചെറുതാണ്. 4 ടീമുകളുള്ള കുഞ്ഞു ഗ്രൂപ്പിലാണ് ജർമ്മനി ഉള്ളത്. നമുക്കറിയാമല്ലോ, യൂറോയുടെ ക്വാളിഫയിങ് രീതി അങ്ങനെയാണ്. യൂറോപ്പിലെ ക്വാളിഫയിങ് രീതി 5 ടീമുകളുള്ള ഗ്രൂപ്പുമുണ്ട്, 4 ടീമുകളുള്ള ഗ്രൂപ്പുമുണ്ട്. 4 ടീമുകളുള്ള ഗ്രൂപ്പിലാണ് ജർമ്മനി ഉള്ളത്. ഗ്രൂപ്പ് എയിൽ 4 ടീമുകൾ, എല്ലാ ടീമുകളും 2 വീതം കളികൾ കളിച്ചു കഴിഞ്ഞു. ഇനി 4 റൗണ്ട് മത്സരങ്ങളാണ് ബാക്കിയുള്ളത്. ഈ ഘട്ടത്തിൽ ഗ്രൂപ്പിൽ 3-ാം സ്ഥാനത്താണ് ജർമ്മനി. യൂറോപ്യൻ മേഖലയിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ രീതി അനുസരിച്ച് 12 ടീമുകൾ നേരിട്ട് യോഗ്യത നേടും. അതായത് 12 ഗ്രൂപ്പുകളിലായിട്ടാണ് കളി നടക്കുന്നത്. ആ 12 ഗ്രൂപ്പുകളിലെ 1-ാം സ്ഥാനത്തെത്തുന്ന ടീമുകളൊക്കെ നേരിട്ട് യോഗ്യത നേടും. പിന്നെ 4 ടീമുകൾക്ക് കൂടി യോഗ്യതയുണ്ട്. അതിന് പ്ലേ ഓഫ് കളിക്കണം. അതോ സിംഗിൾ മാച്ച് പ്ലേ ഓഫാണ്, സിംഗിൾ ലെഗ് പ്ലേ ഓഫാണ്. ജയിച്ച നേരിട്ട് വേൾഡ് കപ്പിൽ, തോറ്റ പുറത്തു പോകും. അതിന് ആ പ്ലേ ഓഫിന് യോഗ്യത നേടണമെങ്കിൽ ഗ്രൂപ്പ് 2-ാം സ്ഥാനത്തെത്തണം. അതാണ് യൂറോപ്യൻ മേഖലയിലെ വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ രീതി. അപ്പോൾ ഈ സിംഗിൾ ലെഗ് പ്ലേ ഓഫ് എന്ന് പറഞ്ഞാൽ മാർജിൻ ഓഫ് എറർ വളരെ ചെറുതാണ്. ഒറ്റക്കളി പൊട്ടിയാൽ പുറത്താവുക എന്നുള്ളത് അത്ര സുഖകരമായ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് മത്സരങ്ങൾ കഴിയുമ്പോൾ 1-ാം സ്ഥാനത്തെത്തി യോഗ്യത നേടുക എന്നുള്ളതാണ് കുറച്ചുകൂടി സേഫായിട്ടുള്ള രീതി. അതിന് കഴിയുമോ, 1-ാം സ്ഥാനത്തെത്താൻ പറ്റുമോ ജർമ്മനിക്ക് എന്നുള്ള ആശങ്കയാണ് ഇപ്പോഴുള്ളത്. ഇത് 2 റൗണ്ട് മത്സരങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞത്. 2 റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ ജർമ്മനി 3-ാം സ്ഥാനത്ത്. ഗ്രൂപ്പ് എയിൽ സ്ലൊവാക്യ 2 കളികൾ 2ഉം ജയിച്ച് 6 പോയിൻ്റോടെ 1-ാമതാണ്. നോർത്തേൺ അയർലൻഡ് 2 കളി കളിച്ച് അതിൽ 1 ജയം 1 തോൽവി 3 പോയിൻ്റോടെ 2-ാമതാണ്. അതേസമയം ജർമ്മനി 2 കളികൾ 1 വിജയം 1 തോൽവി, അവർക്കുമുള്ളത് 3 പോയിൻ്റാണ്. അവർ 3-ാം സ്ഥാനത്താണ്. അവരുടെ ഗോൾ ഡിഫറൻസ് 0 അതിപ്പം നോർത്തേൺ അയർലൻഡും 0 പക്ഷേ നോർത്തേൺ അയർലൻഡ് 4 ഗോളുകൾ അടിച്ചിട്ടുണ്ട്, ജർമ്മനി 3 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗോൾ വ്യത്യാസത്തിലാണ് ജർമ്മനി 3-ാമത്. ഈ ഗ്രൂപ്പിൽ അടുത്ത ടീം ലക്സംബർഗാണ്. 2 കളി കളിച്ച് 2ഉം പൊട്ടി നിൽപ്പാണ്. അവരെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതുന്നില്ല. ഇനിയിപ്പോൾ ജർമ്മനിക്ക് 4 മത്സരങ്ങൾ ഏതൊക്കെയാണ് ബാക്കി നോക്കാം. ഒക്ടോബറിൽ 2 മത്സരങ്ങൾ. ഒക്ടോബർ 11 പുലർച്ചെ 12:15 ലക്സംബർഗിനെതിരെ കളി. ദെൻ ഒക്ടോബർ 14 പുലർച്ചെ 12:15 നോർത്തേൺ അയർലൻഡിനെതിരെയാണ് കളി. പിന്നെ നവംബറിൽ 2 കളികൾ. നവംബർ 15 പുലർച്ചെ ഇന്ത്യൻ സമയം 1:15 ലക്സംബർഗിനെതിരെ കളി. നവംബർ 18 പുലർച്ചെ ഇന്ത്യൻ സമയം 1:15 സ്ലൊവാക്യക്കെതിരെ കളി. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ലൊവാക്യയെ ശ്രദ്ധിക്കണം. സ്ലൊവാക്യയാണ് നേരത്തെ ജർമ്മനിക്ക് പണി കൊടുത്തത്. അതായത് കഴിഞ്ഞ മാസത്തെ ആ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 2-0 സ്ലൊവാക്യ ജർമ്മനിക്ക് കൊടുത്ത പണിയാണ് ഇപ്പോൾ അവരെ ഗ്രൂപ്പിൽ 3-ാം സ്ഥാനത്തേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. അതേസമയം നോർത്തേൺ അയർലൻഡിനോട് 3-1 ജയിച്ചിരുന്നു ജർമ്മനി. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള കളികൾ നോക്കിയാൽ ലക്സംബർഗിനെതിരെ അടുത്ത കളി ജർമ്മനി അനായാസം ജയിച്ച് കയറുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. നോർത്തേൺ അയർലൻഡിനെതിരെയും അവർ വിജയിച്ച് കയറേണ്ടതാണ്. പക്ഷേ നോർത്തേൺ അയർലൻഡ് പണി കൊടുക്കാനൊക്കെ കെൽപ്പുള്ള ടീമാണ്, നമ്മൾ മറക്കുന്നില്ല. എന്നാൽ പോലും ജർമ്മനി ജയിച്ച് കയറുമെന്ന് തന്നെ കരുതാം. ദെൻ വീണ്ടും ലക്സംബർഗിനെതിരെ അടുത്ത കളി വരുമ്പോൾ അതും ജയിക്കുമെന്ന് കരുതാം. അവസാന കളി സ്ലൊവാക്യക്കെതിരെ കാലിടറാതിരിക്കണം. ഇപ്പോൾ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് സ്ലൊവാക്യക്കും ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്. അവർക്ക് നോർത്തേൺ അയർലൻഡിനെയും ലക്സംബർഗിനെയും തോൽപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അവർ
ജർമ്മനിക്കെതിരെയുള്ള കളിയടക്കം എല്ലാ കളികളും വിജയിച്ചു എന്ന് കരുതുക. അവർക്ക് ഇനി ബാക്കിയുള്ള 4 കളികൾ വിജയിക്കാൻ പറ്റിയാൽ ടോട്ടൽ 18 പോയിൻറ്റിലേക്ക് അവരെത്തും. ജർമ്മനി ഇനിയിപ്പോൾ അവരോട് തോറ്റു ബാക്കി 3 കളികൾ വിജയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നതെങ്കിൽ അവർ 12 പോയിൻറ്റിലെത്തി 2ാം സ്ഥാനത്തേക്ക് പോകും. അതല്ല, ജർമ്മനി സ്ലോവാക്യക്കെതിരെയുള്ള കളിയടക്കം എല്ലാ കളികളും വിജയിച്ചു എന്ന് കരുതുക, അവർക്ക് 15 പോയിൻ്റ് ആവും. സ്ലോവാക്യ അവരുടെ ജർമ്മനിയോടൊഴികെയുള്ള ബാക്കി എല്ലാ കളികളും വിജയിച്ചെന്ന് കരുതുക, അവർക്കും 15 പോയിൻ്റ് ആകും. 15-15. അപ്പോൾ ഗോൾ ഡിഫറൻസ് ആയിരിക്കും അവിടെ തീരുമാനമുണ്ടാക്കുക. ഇപ്പോൾ സ്ലോവാക്യക്ക് 3 ഗോളിൻ്റെ ഡിഫറൻസ് ഉണ്ട്. +3 ആണ് സ്ലോവാക്യയുടെ ഗോൾ ഡിഫറൻസ്, ജർമ്മനിയുടേത് 0 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളിലെ ഗോളടിയുടെ കണക്കും പ്രധാനമാണെന്ന് മാത്രമല്ല, ഇതിൽ ഏറ്റവും അനുകൂലമായൊരു ഘടകം എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരം സ്ലോവാക്യക്കെതിരെയാണ്. ആ കളി ഡു ഓർ ഡൈ മാച്ചായിരിക്കും. അത് ജയിച്ചു കഴിഞ്ഞാൽ, നല്ല മാർജിൻ ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജർമ്മനിക്ക് നേരിട്ട് തന്നെ യോഗ്യത നേടാൻ പറ്റും. അതല്ല, സ്ലോവാക്യ സമനില പിടിക്കുകയോ പണി കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ പിന്നെ 2ാം സ്ഥാനത്തേക്ക് പോവേണ്ടി വരും. അങ്ങനെ 2ാം സ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് പ്ലേ ഓഫാണ്. പ്ലേ ഓഫ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഒറ്റ കളിയേ ഉള്ളൂ. ഡു ഓർ ഡൈ പ്ലേ ഓഫാണ് ഇത്തവണത്തേത്. അങ്ങനെയാണ് രീതികൾ. അപ്പോൾ അതുകൊണ്ട് തോറ്റാ പുറത്താവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അതെങ്ങനെ ഒഴിവാക്കും എന്നുള്ളതാണ് ചോദ്യം. അത് ഒഴിവാക്കണമെങ്കിൽ ഇനിയുള്ള എല്ലാ കളികളും വിജയിക്കണം. സ്ലോവാക്യക്കെതിരെ നല്ല മാർജിനൽ വിജയിക്കും വേണം. ജർമ്മനിക്ക് അതിന് കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകരെ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.